ഹായ് ഓൾ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th March 2020 CGL ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഷിഫ്റ്റ് 2-ലുള്ള. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. എ റിവാർഡ് ഈസ് എ ഡാഷ് വിച്ച് മോട്ടിവേറ്റ്സ് എ പേഴ്സൺ ടു അച്ചീവ് എക്സലൻസ് ഇൻ ഹിസ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ റിവാർഡ് എന്താണ് എന്നുള്ള ഡെഫിനിഷനിൽ ഇവിടെ ഒരു ഫോമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. റിവാർഡ് നമുക്ക് എന്താണെന്നറിയാം, ഇറ്റ്സ് എ റെക്കഗ്നിഷൻ അല്ലേ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മെമ്മോറിയൽ എന്ന് വെച്ചാൽ നമ്മൾ എ സ്റ്റാച്യു ദാറ്റ് ഈസ് ഗിവൻ ടു എ പേഴ്സൺ എന്തിനാണ്, ടു ഓണർ ഹിം ഓർ ടു റിമെമ്പർ ഹിം ആഫ്റ്റർ ഹിസ് ഡെത്ത് അല്ലേ. ഒരു മരിച്ചുപോയ ആളെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റാച്യു, ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മെമ്മോറിയൽ എന്ന് പറയുന്നത്. കളക്ഷൻ എന്താണെന്ന് അറിയാം. ദെൻ മോണുമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഒരു പേഴ്സണ് നമ്മൾ ഒരു സ്റ്റാച്യു എന്തെങ്കിലും ബിൽഡ് ചെയ്യണം എന്തിനു, ടു ഓണർ ഹിം. നമുക്കറിയാം മിക്കപ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ കാണാറുണ്ട് മോണുമെൻറ്റ് കൊടുക്കുന്നത് അല്ലേ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെക്കഗ്നിഷനാണ്. Question number 2. Select the most appropriate meaning of the given idiom. തന്നിരിക്കുന്ന വേർഡിൻ്റെ മീനിങ്, ഇഡിയത്തിൻ്റെ മീനിങ്. The bee's knees എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി എന്നാണ്. ഓക്കെ, the bee's knees means extra ordinary. Question number 3. Select the correctly spelled word. അതായത് നമുക്ക് 4 വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൽ ഒരു വേർഡാണ് കറക്റ്റ് സ്പെല്ലിങ്ങിലുള്ളത്, ബാക്കി 3 ഇൻകറക്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഓരോ വേർഡ്സ് വെച്ച് നോക്കാം. ഫസ്റ്റ് വേർഡ് എംബ്രേസ്മെൻ്റ് ആണ്. എംബ്രേസ്മെൻറ്റ് സ്പെല്ലിംഗ് EMBARRASSMENT. ഓക്കെ, ഇതാണ് എംബ്രേസ്മെൻറ്റ് സ്പെല്ലിങ്. ദെൻ എൻകറേജ്മെൻറ്റ് കറക്റ്റ് ആണ്. ദെൻ കമോഷൻ COMMOTION ആണ് കമോഷൻ. ദെൻ കൺസെൻജിയസ് CONSZIENTIOUS. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്സ്. ഇവിടെ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്ന് പറയുന്നത് എൻകറേജ്മെൻ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദി ഗിവൺ വേർഡ്. അതായത് ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സലേറ്റ് ആണ്. നമുക്കറിയാം ഒബ്സലേറ്റ് എന്ന് വെച്ചാൽ ഔട്ട്ഡേറ്റഡ്, റിമോട്ട് അല്ലേ, അതാണ് മീനിങ്. സോ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് റീസെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Question number 5. Select the word which means the same as the given group of words. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സഡൻ റഷ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഫ്രൈറ്റൻഡ് പീപ്പിൾ ഓർ ആനിമൽസ്. അതിന് നമ്മൾ സ്റ്റാമ്പിഡ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ലൂനസി നമുക്ക് എന്താണെന്നറിയാം അല്ലേ, എ പേഴ്സൺ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻസാനിറ്റി. ഓക്കെ, അവരെ നമ്മൾ ലുനസി അല്ലെങ്കിൽ ലുനാറ്റിക് എന്നാണ് ആ ഒരു പേഴ്സൺസ് നമ്മൾ പറയണത്. ദെൻ റിക്ലസ് എന്ന് പറയുന്നത് എ പേഴ്സൺ ലിവിങ് എ സോളിറ്ററി ലൈഫ്, അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നതാണ് റിക്ലസ് എന്ന് പറയുന്നത്. ദെൻ സ്കേപ്പ് ഗോട്ട് നമുക്ക് എന്താണെന്ന് അറിയാം, ബലിയാടാവുക എന്നൊക്കെ പറയത്തില്ലേ, ഒരാൾ ചെയ്ത കുറ്റത്തിന് വേറൊരാളെ പഴിക്കുക. സോ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വൺ ഹു ലോഡ്സ് ആൻഡ് അൺലോഡ്സ് ഷിപ്സ്. അതിനെ നമ്മൾ പറയണത് സ്റ്റീവ്ഡോർ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സ്പിൻസ്റ്റർ മീൻസ് അൺമാരീഡ് വിമൻ ആണ്. ദെൻ റസ്റ്റിക് മീൻസ് ഒരു കൺട്രി സൈഡിനെ നമ്മൾ പറയണതാണ്. റസ്റ്റിക് ഇപ്പോൾ വില്ലേജ് ഏരിയയിലൊക്കെ താമസിക്കുന്ന, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ നമ്മൾ റസ്റ്റിക് പീപ്പിൾ എന്ന് പറയും. ദെൻ ക്യാപ്റ്റൻ എന്താണെന്ന് നമുക്കറിയാം. സോ ഇവിടെ വൺ ഹു ലോഡ്സ് ആൻഡ് അൺലോഡ്സ് ഷിപ്സിന് നമ്മൾ പറയുന്നത് സ്റ്റീവ് ഡോർ എന്നാണ്. ദെൻ നമുക്കൊരു കോംപ്രിഹെൻഷൻ ആണ്. നമുക്ക് ഓരോ ബ്ലാങ്ക് ഫിൽ ചെയ്ത് പോവാം. ഡിസിപ്ലിൻ ഇസ് ഡൂയിങ് എനി വർക്ക് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. It is dash misunderstood as a restriction to freedom, but it makes our life organized. Okay, അപ്പോൾ ഡിസിപ്ലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഡിസിപ്ലിൻ ഈസ് ഡാഷ് മിസ്അണ്ടർസ്റ്റുഡ് ആസ് എ റെസ്ട്രിക്ഷൻ ടു ഫ്രീഡം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹാപ്പിലി, യൂഷ്വലി, പ്രൗഡ്ലി, സ്ലോലി. നമുക്കിത് മീനിങ് മനസ്സിലായി. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫ്രീഡത്തിനുള്ള റെസ്ട്രിക്ഷൻ ആണെന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ഹാപ്പിലി ആണോ, യൂഷ്വലി ആണോ, പ്രൗഡ്ലി ആണോ, സ്ലോലി ആണോ? യൂഷ്വലി ആണ് ഏറ്റവും സ്യൂട്ടബിൾ അല്ലേ. ഇറ്റ് ഈസ് യൂഷ്വലി മിസ്അണ്ടർസ്റ്റുഡ് ആസ് എ റെസ്ട്രിക്ഷൻ ടു ഫ്രീഡം, ബട്ട് ഇറ്റ് മേക്സ് അവർ ലൈഫ് ഓർഗനൈസ്ഡ്. ഡിസിപ്ലിൻ ഈസ് എ ഡാഷ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പ്രൊഫഷൻസ്. ഓക്കെ, ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. വെർച്യു, കേഴ്സ്, ഡ്രീം, ഡിസഡ്വാൻറ്റേജ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർച്യു അല്ലേ. ഇറ്റ് ഡെവലപ്പ് ദി മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ദി സ്റ്റുഡൻസ് അല്ലെങ്കിൽ പീപ്പിൾ. അപ്പോൾ ഡിസിപ്ലിൻ ഈസ് എ വെർച്യു for students and people in different professions. A disciplined person always dash in each and every field of life. Okay, ലൈഫിലെ എല്ലാ ഫീൽഡിലും ഈ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്താണ്? ഓക്കെ, സക്സസ്ഫുൾ, സക്സസ്, സക്സീഡ്സ്, സക്സിഡ്.
ഓക്കെ, നമുക്കറിയാം എ ഡിസിപ്ലിൻഡ് പേഴ്സൺ ഓൾവേസ് ഡാഷ് ഇൻ ഈസ്, നമുക്കൊരു വേർബാണ് വേണ്ടത് അല്ലേ. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, സക്സസ് എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ, സക്സീഡ് എന്ന് പറയുന്നത് വേർബാണ്, അത് നമ്മൾ സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ സക്സീഡ് എന്ന് പറയുന്നതും വേർബ് തന്നെയാണ്, അത് പ്ലൂറൽ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ സിംഗുലർ ആണ്. സോ ഇവിടെ ഉപയോഗിക്കുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എ ഡിസിപ്ലിൻഡ് പേഴ്സൺ സക്സീഡ്സ് ഇൻ ഈച്ച് ആൻഡ് എവറി ഫീൽഡ് ഓഫ് ലൈഫ്. ഡിസിപ്ലിൻഡ് പീപ്പിൾ ഡാഷ് എ ഡിസിപ്ലിൻഡ് സൊസൈറ്റി ആൻഡ് എ പവർഫുൾ നേഷൻ. ഓക്കെ, ഒരു പവർഫുൾ നേഷനെ ഡിസിപ്ലിൻഡ് സൊസൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡിസിപ്ലിൻഡ് പീപ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മേക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ പല ഫോംസാണ് തന്നിരിക്കുന്നത്. മേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ഫോം ആണെങ്കിലാണ്, മേക്സ് പ്രസൻറ്റിൽ, പക്ഷേ അത് നമ്മുടെ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഹാഡ് മെയ്ഡ് ആണെങ്കിൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ. ദെൻ മേക്കാണ് പ്രസൻറ്റ് ഫോമിൽ പ്ലൂറൽ വേർബ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഡിസിപ്ലിൻഡ് പീപ്പിൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. സോ നമ്മൾ ഓപ്ഷൻ ഡി മേക്കാണ് വരേണ്ടത്. ഓക്കെ, ഡിസിപ്ലിൻഡ് പീപ്പിൾ മേക്ക് എ ഡിസിപ്ലിൻഡ് സൊസൈറ്റി ആൻഡ് എ പവർഫുൾ നേഷൻ. Discipline should not be dashed upon the people, rather it should come from within. Okay, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അഡോണ്ട്, ഇമ്പോസ്ഡ്, കർബ്ഡ്, റിപ്പോസ്ഡ്. അഡോണ്ട് എന്ന് പറഞ്ഞാൽ മേക്ക് സംതിങ് ബ്യൂട്ടിഫുൾ എന്ന് പറയണം അല്ലേ. നമ്മൾ സംതിങ് ഇപ്പോൾ അഡോണിങ് ഡ്രസ് എന്നൊക്കെ പറയത്തില്ലേ, ബ്യൂട്ടിഫുൾ എന്നുള്ള മീനിങ് ആണ് അഡോൺ എന്നുള്ളത്. ദെൻ ഇമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ അടിച്ചേൽപ്പിക്കുക. സോ കേർബ് എന്ന് വെച്ചാൽ റെസ്ട്രെയിൻഡ് എന്നാണ്. ദെൻ റിപ്പോസ്ഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയില്ലേ സ്ലീപ്പ്, ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ് ഓർ റെസ്റ്റ് എന്ന് നമ്മൾ റിപ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ ഷുഡ് നോട്ട് ബി ഇമ്പോസ്, അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള മീനിങ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഡിസിപ്ലിൻ ഷുഡ് നോട്ട് ബി ഇമ്പോസ്ഡ് അപ്പോൺ ദ പീപ്പിൾ, റാദർ ഇറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ. Question number 2. Given below are 4 parajumble sentences. Out of the given options, pick the one that gives their correct order. അതായത് ഇൻകറക്റ്റ് ഓർഡറിൽ 4 സെൻറ്റൻസ് എന്നുണ്ട്, അത് കറക്റ്റ് ഓർഡറിലാക്കുക. നമുക്ക് ഓരോ സെൻറ്റൻസ് വായിക്കാം, അതിൻ്റെ മീനിങ്ങും നോക്കണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, they can then purchase them on subsidized rates with additional loan facilities. It will import technologically advanced medical instruments and provide them to entrepreneurs. The Indian government has announced certain facilities in the budget session. This will help in strengthening the economic condition of entrepreneurs. നമുക്കറിയാം ഇങ്ങനെ ജംബിൾഡ് ഓർഡറിൽ, അതായത് ഇൻകറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ സെൻറ്റൻസ് തരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെൻറ്റൻസ് വായിക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന സെൻറ്റൻസ്, അതായത് ആ ഓവറോൾ സെൻറ്റൻസിനെ പറ്റി പറയുന്ന, ഓവറോൾ കണ്ടന്റിനെ പറ്റി പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ സെൻറ്റൻസ് ആയിരിക്കും ആദ്യം വരേണ്ടത്. അപ്പോൾ അതേതാന്ന് നോക്കുക. ഓക്കെ, പിന്നെയുള്ള സെൻറ്റൻസ് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഇപ്പോൾ തേർഡ് സെൻറ്റൻസ് ആയിരിക്കണം, അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. ബാക്കിയെല്ലാം ദേ എന്ന് പറയേണ്ടത്, ദെൻ ഇറ്റ്, ദിസ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം സി ആണ്, അതായത് സെൻറ്റൻസ് തേർഡ് വൺ ആണ് ഫസ്റ്റ് സെൻറ്റൻസുമായിട്ട് വരേണ്ടത്. ദ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് സർട്ടൻ ഫെസിലിറ്റീസ് ഇൻ ദി ബഡ്ജറ്റ് സെക്ഷൻ. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് വിൽ ഇമ്പോർട്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ദം ടു ദി ഓൺട്രപ്രൂണർ. ഓക്കെ, അതാണ് സെക്കൻഡ് സെൻറ്റൻസ് വരേണ്ടത്. ദെൻ തേർഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ, ദേ കൻ പർച്ചേസ് ദം ഓൺ സബ്സിഡൈസ്ഡ് റേറ്റ്സ് വിത്ത് അഡീഷണൽ ലോൺ ഫെസിലിറ്റീസ്. അപ്പോൾ ഇതാണ് തേർഡ് സെൻറ്റൻസ്. ദിസ് വിൽ ഹെൽപ്പ് ഇൻ സ്ട്രെങ്തനിങ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഓൺട്രപ്രൂണേഴ്സ്. ഓക്കെ, ആദ്യം സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിനുള്ള കാരണം പറയുന്നുണ്ട്, അതിലൂടെ അവർക്ക് എന്തൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്, അതിലൂടെ എന്തൊക്കെ നേടാൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയേണ്ടത് CBAD. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ്. തന്നിരിക്കുന്ന വേർഡിൻ്റെ സിനോണിം നമുക്ക് തന്നിരിക്കുന്നത് അക്നോളജ്മെൻ്റ് ആണ്. അതിൽ സിനോണിം എന്ന് പറയുന്നത് കൺഫർമേഷൻ ആണ്. ഓക്കെ, കൺഫർമേഷൻ ആണ് അക്നോളജ്മെൻറ്റിൻ്റെ സിനോണിം. Question number 14. Given below are 4 jumbled sentences. Out of the 4 given options, pick the one that gives the correct order. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. This is because of its aroma, flavor and variety in the market. Thus, it leads to poor health and mental disorders among children. Children as well as teenagers are tempted towards junk food. It has no or negligible nutritional value and high content of sugar and salt.
അപ്പോൾ നമുക്കറിയാം ഇവിടെ സെൻറ്റൻസ് 3 അതിലാണ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് വന്നിരിക്കുന്നത് അല്ലേ. ഈ ഓവറോൾ ആയിട്ടുള്ള പാസേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സെൻറ്റൻസ് 3ലാണ്. ചിൽഡ്രൻ ആസ് വെൽ എസ് ടീനേജേഴ്സ് ആർ ടെംപ്റ്റഡ് ടുവേർഡ്സ് ജങ്ക് ഫുഡ്. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അരോമ, ഫ്ലേവർ ആൻഡ് വെറൈറ്റി ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വരേണ്ടത്. അതുമൂലം ഇറ്റ് ഹാസ് നോ ഓർ നെഗ്ലിജിബിൾ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ഹൈ കണ്ടന്റ് ഓഫ് ഷുഗർ ആൻഡ് സോൾട്ട്. ഓക്കെ, അതിന് നെഗറ്റീവ് പറയുവാണ്. ഇറ്റ് ഹാസ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തേർഡ് സെൻറ്റൻസ്. ദെൻ അത് എന്തിലേക്ക് നയിക്കും? അതായത് ന്യൂട്രീഷണൽ വാല്യൂ, ഹൈ കണ്ടന്റ് ഓഫ് ഷുഗർ ആൻഡ് സോൾട്ട്, ന്യൂട്രീഷണൽ വാല്യൂ ഇല്ല, അതുപോലെ തന്നെ ഹൈ കണ്ടന്റ് ഓഫ് ഷുഗർ ആൻഡ് സോൾട്ട് ഉള്ളത് കാരണം ഇറ്റ് ലീഡ്സ് ടു പുവർ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഡിസോർഡേഴ്സ് എമംഗ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത് CADB. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദി ഗ്രമാറ്റിക്കൽ എറർ. വെൻ ഐ റീച്ച്ഡ് ദ സിനിമ ഹാൾ ദ മൂവി ഹാഡ് ഓൾറെഡി ബിഗാൺ. നമുക്കറിയാം ഹാഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് വരുമ്പോൾ നമ്മൾ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ V2 ഫോമാണ് വന്നിരിക്കേണ്ടത്. അപ്പോൾ ബിഗാൺ അല്ല, ബിഗൺ ആണ്. അപ്പോൾ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ എയിലാണ്. സെൻറ്റൻസ് കറക്റ്റായിട്ട് ഇങ്ങനെ വരും. വെൻ ഐ റീച്ച്ഡ് ദ സിനിമ ഹാൾ ദ മൂവി ഹാഡ് ഓൾറെഡി ബിഗൺ. Question number 16. Select the most appropriate word to fill in the blank. The government should take stringent steps against terrorists and foil their dash designs. Okay. അതായത് ഗവൺമെൻറ് സ്ട്രിക്റ്റ് സ്റ്റെപ്സ് എടുക്കണം. എന്തിന്? അഗൈൻസ്റ്റ് ടെററിസ്റ്റ് ആൻഡ് ഫോയിൽ ദെയർ ഡാഷ് ഡിസൈൻസ്. എന്ത് ഡിസൈൻസ് ആയിരിക്കണം? കൺഡ്യൂസീവ്, ബെനവലൻറ്റ്, മലീഷ്യസ്, എക്സിംപ്ലറി. ഓക്കെ, കൺഡ്യൂസീവ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അത് അനുകൂലമായൊരു എന്നുള്ള മീനിങ് ആണ് കൺഡ്യൂസീവ്. ദെൻ ബെനവലൻറ്റ് മീൻസ് കൈൻഡ്ലി എന്നുള്ള മീനിങ് ആണ്. മലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഹാംഫുൾ എന്നുള്ള മീനിങ് ആണ്. ദെൻ എക്സംപ്ലറി എന്ന് വെച്ചാൽ നമ്മൾ പറയും എ ഡിസൈറബിൾ മോഡൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് എക്സംപ്ലറിക്കുള്ളത്. അപ്പം നമുക്കറിയാം ടെററിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ എന്ത് ഡിസൈൻസ് ആയിരിക്കും, ഹാംഫുൾ ഡിസൈൻസ് ആയിരിക്കും എന്തായാലും. സോ ഇറ്റ്സ് മലീഷ്യസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. The government should take stringent steps against terrorists and foil their malicious designs. 17th question. Select the most appropriate meaning of the given idiom. To throw a fit. To throw a fit means express extreme anger. Okay. Question number 18. Select the correctly spelled word. നമുക്ക് ഓരോ വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് നോക്കാം. ഫസ്റ്റ് വേർഡ് റിഹേഴ്സൽ ആണ്. അതിൻ്റെ സ്പെല്ലിംഗ് REHCARSAL ആണ്. അപ്പോൾ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് റിഹേഴ്സൽ അല്ല. ദെൻ എംപ്ലോയ്ഡ്, EMPLOYED ആണ് എംപ്ലോയ്ഡ്. സോ ഓപ്ഷൻ ബി അല്ല. ദെൻ സെപ്പറബിൾ, SEPARABLE ആണ് സെപ്പറബിൾ. ദെൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വെറ്ററിനറി. ഓക്കെ, VETERINARY. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. Question number 19. Select the most appropriate synonym of the given word. Synonym. നമുക്ക് തന്നിരിക്കുന്നത് പ്രൊഡിഗൽ ആണ്. ഓക്കെ, സ്പെൻഡിങ് ഇൻ ലിമിറ്റ്ലെസ്ലി. ആ ഒരു മീനിങ് ആണ് പ്രൊഡിഗലിനുള്ളത്, സ്പെൻഡിങ് ലിമിറ്റ്ലെസ്ലി. അപ്പോൾ അതിന് സിനോണിം ആയിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രാവാഗൻ്റ് ആണ്. ഓക്കെ, എക്സ്ട്രാവാഗൻ്റ് ഓൾസോ മീൻസ് സ്പെൻഡിങ് ലിമിറ്റ്ലെസ്ലി. Then question number 20. Select the correct passive form of the given sentence. ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പാസീവ് ഫോം നോക്കാം. ഹിസ് എൽഡർ സിസ്റ്റർ ടോട്ട് ഹിം ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഹിസ് എൽഡർ സിസ്റ്റർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ടോട്ട് എന്നുള്ളതാണ് വേർബ്, ഹിം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് വരും, ദെൻ വേർബ് വരും, ദെൻ സബ്ജക്റ്റ് വരും. ഈ ഒരു ഫോമാറ്റാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഹിം എന്നുള്ള ഒബ്ജക്റ്റ് പാസീവ് ഫോമിൽ എന്താവും? ഹി ആവും. ഓക്കെ, അപ്പോൾ ഹി എല്ലാത്തിലും ഉണ്ട്. സോറി, ഓപ്ഷൻ ഡിയിലില്ല. അപ്പോൾ നമുക്ക് ഡി എന്തായാലും ഇനി നോക്കണ്ട. ഓക്കെ, പിന്നെ നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മുടെ ടെൻസ് ഏതാണ്? ടെൻസ് കിടക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കണമെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ തന്നെയായിരിക്കണം പാസീവ് വോയിസ്. സോ ഇത് പ്രസൻ്റ് ആണ്, ഇത് വാസ്. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് നോക്കാം. ദെൻ ഇസ് ആണ്. ഓക്കെ, അപ്പോൾ ബി ആണ് ഇപ്പം നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഹി വാസ് ടോട്ട് ഇംഗ്ലീഷ് ബൈ ഹിസ് എൽഡർ സിസ്റ്റർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 21.
Select the most appropriate option to substitute the underlined segment in the given sentence. If there is no need to substitute it, select no improvement. The mathematical calculation of this problem is easier than a previous one. Okay, അതായത് ഇവിടെ കമ്പയർ ചെയ്തേക്കുവാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഓക്കെ, ഒരു പ്രോബ്ലത്തിലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനെ വേറൊരു പ്രോബ്ലം വെച്ച് കമ്പയർ ചെയ്തേക്കുവാണ്. നമുക്കറിയാം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോൾ ദാൻ വരും, ഡിഗ്രി ഓഫ് കമ്പാരിസൺ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാൻ വരും. ഈസി അല്ല, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഈസിയർ ആണ്. ഓക്കെ, ദെൻ ഓക്കെ, എ എന്നുള്ള ആർട്ടിക്കിൾ അല്ല, കാരണം പ്രീവിയസ് വൺ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദായാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. The mathematical calculation of this problem is easier than the previous one. Question number 22. In the sentence, identify the segment which contains the grammatical error. Those who follow a healthy routine is likely enjoying good health. Mistake വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, അതായത് ദോസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ നമ്മുടെ വേർബും ഓഫ് കോഴ്സ് പ്ലൂറൽ ആവണം. അപ്പോൾ ഇസ് അല്ല, ആറാണ്. പിന്നെ നമുക്കറിയാം ലൈക്ലി എന്ന് പറഞ്ഞ വേർഡ് വരുമ്പോൾ 2+ ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്. അതായത് 2+ എന്ന് പറയുമ്പോൾ ടു എൻജോയ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ എയിലാണ്. സെൻറ്റൻസിൻ്റെ കറക്റ്റ് ഫോം ഇങ്ങനെയാണ്: Those who follow a healthy routine are likely to enjoy good health. Question number 23. Select the correct indirect form of the given sentence. Okay, direct form ആണ് തന്നിരിക്കുന്നത്. The teacher said to me, you have not submitted the assignment. നമുക്കറിയാം ഇവിടെ said to എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് വരുമ്പോൾ എന്തായിരിക്കണം? told എന്നാവണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും അല്ല ബിയും അല്ല. പിന്നെ നമുക്ക് നോക്കാം, the teacher told me that എന്ന് പറയുന്ന ഏതാണ്? ആ ഒരു കൺജങ്ഷൻ വരും. അത് ഇതിൽ രണ്ടിലും ഉണ്ട്, കോമൺ ആണ്. Then you have not submitted the assignment. ഇവിടെ യു എന്ന് പറയുന്ന പേഴ്സൺ എന്താവും? ഐ ആയിട്ട് ചേഞ്ച് ചെയ്യും. അത് രണ്ടിലും വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഹാവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പോൾ ഹാവ് അല്ല ഹാഡ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സിയിൽ ഹാവ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഹാഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. The teacher told me that I had not submitted the assignment. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Question number 24. Select the most appropriate option to substitute the underlined segment in the given sentence. No effort has been made by the Indian cricket team to cash off on its vibrant image in the World Cup. അപ്പോൾ ക്യാഷ് ഓഫിലാണ് മീനിങ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്യാഷ് ഓഫ് എന്ന് പറയുന്നത് റോങ് ഫ്രേസ് ആണ്. ടു ക്യാഷ് ഇൻ ഓൺ എന്നുള്ളതാണ് റൈറ്റ് ഫ്രേസ്. ഓക്കെ, ടു ക്യാഷ് ഇൻ ഓൺ എന്ന് വെച്ചാൽ നമ്മൾ പറയും ടു ഗെയിൻ അൻ അഡ്വാൻറ്റേജ് ഇൻ എ സിറ്റുവേഷൻ ടു അറ്റൈൻ പ്രോഫിറ്റ് എന്നൊരു മീനിങ് ആണ് ടു ക്യാഷ് ഇൻ ഓൺ എന്നുള്ളത്. അപ്പോൾ ക്യാഷ് ഇൻ ഓൺ ആണ് കറക്റ്റ്. നമ്മുടെ സെൻറ്റൻസ് ഇങ്ങനെ വരും: നോ എഫേർട്ട് ഹാസ് ബീൻ മെയ്ഡ് ബൈ ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടു ക്യാഷ് ഇൻ ഓൺ ഇറ്റ്സ് വൈബ്രൻറ്റ് ഇമേജ് ഇൻ ദി വേൾഡ് കപ്പ്. Question number 25. Select the most appropriate antonym of the given word. Derogatory ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് March 4, 2020 CGL Shift 2 ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ താങ്ക് യു.